ദേ ഈ ചോറിനിപ്പോൾ കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന കറിയില്ലേ, ഈ കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പറ ചോറുണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും കുറച്ച് ചോറെങ്കിലും കൂടുതൽ കഴിക്കും ഈ കറി ഉണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ് ഈ കറി. ശരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വഴുതനങ്ങയും അതുപോലെ തന്നെ തൈരുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡിഷിൻ്റെ പേരാണ് ദാഹി ബയാൻ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ് അവിടെ നിന്നും വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈ കേരളീയരുടെ പച്ചടി പോലെയാണ് അവർക്ക് ഈ ദാഹി ബയാൻ. ഓക്കെ, കഥ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തൊന്ന് ഒരു 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഈ സംഭവം പെട്ടെന്ന് വേവുന്നതാണല്ലോ. ഒരു 2-3 മിനിറ്റ് മതി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്ത ഈ ഒരു വഴുതനങ്ങ നമ്മൾ തൈരിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, ഒന്ന് കടുക് വറുത്തെടുക്കുന്ന സംഭവം കൂടെ ഉള്ളൂ. ഇതുകൂടെ ആയാൽ ഈ കറി റെഡിയാണ്. അതിനായിട്ട് കുറച്ച് എണ്ണയിലേക്ക് കടുകും ജീരകവും ഉലുവയും ഇതെല്ലാം കൂടെ നല്ലോണം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു പാതി സവാളയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ സ്പൈസി ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുമ്പോൾ അതിനൊരു കളറും മാറും, ഭയങ്കര കാണാൻ തന്നെ ഭംഗിയായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ, ഇതിലേക്ക് നമ്മൾ മല്ലിയില കൂടെ ഇടുന്നത്. ഈ മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ഒരു വല്ലാത്തൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ശരിക്കും ചോറിൻ്റെ ഇപ്പോൾ അടിപൊളിയാണ്. കിച്ചടി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇതും ഇഷ്ടപ്പെടും.